ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു നല്ല അമ്മ, ഒരു ക്രിസ്തീയ അമ്മ എങ്ങനെയായിരിക്കണം, അതിനൊരു മാതൃകയാണ് ഇന്നത്തെ നമ്മുടെ വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെ തിരുനാൾ നമ്മളിന്ന് ആചരിക്കുന്നു. ഓഗസ്റ്റ് മാസം 27-ാം തീയതി വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെ തിരുനാൾ ഇന്ന് നമ്മൾ ആചരിക്കുമ്പോൾ, നാളെ ഓഗസ്റ്റ് മാസം 28-ാം തീയതി വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാളൻ മോണിക്ക പുണ്യവതിയുടെ പുത്രൻ്റെ തിരുനാൾ ആചരിക്കുന്നു. ഇനി അധികമൊന്നും പറയാനില്ല. ഒരു നല്ല അമ്മയാകണമെങ്കിൽ മക്കൾ വിശുദ്ധരാകണം. ഒരമ്മ നല്ലതാകണമെങ്കിൽ മക്കളുടെ ജീവിതവും ഏറ്റവും കൃപ നിറഞ്ഞതായി മാറണം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മോണിക്ക പുണ്യവതിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. ജോൺ മരിയ വിയാനി പുണ്യവാളൻ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നുണ്ട്: ക്രിസ്തീയ മാതാപിതാക്കന്മാരെ, നിങ്ങളുടെ മക്കൾ നല്ലവരും ദൈവഭക്തിയുമുള്ളവരായിരിക്കണമെങ്കിൽ നിങ്ങൾ ഭക്തരായിരിക്കണം. ഉത്തമ ജീവിതം നയിക്കണം. വൃക്ഷം പോലെയായിരിക്കും പഴമെന്ന് ഒരു പഴമൊഴി ഉണ്ടല്ലോ. ദൈവവചനം അത് സ്ഥിരീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജോൺ മരിയ വിയാനി പുണ്യവാളൻ്റെ ദർശനമാണ് നമ്മൾ കേട്ടത്. മക്കൾ നല്ലതാവണമെങ്കിൽ അപ്പനും അമ്മയും നല്ലതായിരിക്കണം. അതിന് ഉത്തമ ഉദാഹരണമായി നമ്മുടെ മുൻപിൽ നിൽക്കുന്നു വിശുദ്ധ മോണിക്ക പുണ്യവതി. മോണിക്ക പുണ്യവതിയുടെ ജീവിത കഥയാണ് ഇന്നത്തെ ഈ ദിവസം, ആഗസ്റ്റ് മാസം 27-ാം തീയതി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ആഫ്രിക്കയിലെ കാർത്തേജിൽ 332 AD ഈ പുണ്യ മാതാവ് പിറവിയെടുക്കുന്നത്. ഒരു നല്ല കുടുംബം, ക്രൈസ്തവ കുടുംബം. ബാല്യത്തിൽ തന്നെ ക്രൈസ്തവ മൂല്യങ്ങളിൽ ഈ പെൺകുട്ടി വളർന്നു വരികയാണ്. എല്ലായിടത്തും സംഭവിക്കുന്നത് പോലെ അതിൻ്റെ ഒപ്പം തന്നെ ചെറിയ കളകൾ വളരുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും നമുക്കറിയാം, നാട് മറ്റൊന്നാണ്, കാർത്തേജാണ്. കാർത്തേജ് എന്ന ഇടത്താണ് ജനിച്ചത്. അപ്പോൾ അവിടെ ജനിച്ച് വളർന്ന ആ ഒരു സാഹചര്യവും പശ്ചാത്തലവും എല്ലാം ഉണ്ട്. എല്ലാവർക്കും ചെറുപ്രായത്തിൽ വീഞ്ഞൊടിച്ചു കൊടുക്കുമായിരുന്നു. ആ കൊടുക്കുന്ന ഇടയ്ക്ക് ആരും അറിയാതെ ഈ പെൺകുട്ടി വീഞ്ഞുകൂടി ആരംഭിച്ചു. പതിയെ അത് ക്രമേണ വർദ്ധിച്ചു വരവേ ഒരു വേലക്കാരി അത് കണ്ടെത്തി ശാസിച്ച് അതിൽ നിന്നും പിന്തിരിപ്പിക്കുകയാണ്. ഇതുപോലൊരു ചെറിയ ഒരു ചരിത്രം മോണിക്ക പുണ്യവതിയുടെ ജീവിതത്തിലും ഉണ്ടായിരുന്നത്രേ. ഒരു തിരുത്തലിലൂടെ ഒരു മാറ്റം സംഭവിച്ചു. ഇത് മോണിക്ക പുണ്യവതിക്ക് വലിയ ഒരു ദർശനം നൽകി. കാരണം തിരുത്തപ്പെട്ടാൽ, തിരുത്തി കൊടുക്കാൻ ആളുണ്ടെങ്കിൽ നന്നാവാൻ പറ്റും. ചെറിയ പ്രായത്തിൽ തന്നെ മോണിക്ക പുണ്യവതിക്ക് ഈ ഒരു ബോധ്യം ആ കൊച്ചു സംഭവത്തിലൂടെ കർത്താവ് നൽകുകയുണ്ടായി. നല്ല ക്രൈസ്തവ മൂല്യത്തിൽ വളർന്നു വന്ന പെൺകുട്ടിയാണ്. എല്ലാവരോടും സ്നേഹം, മനോഹരമായ രീതിയിലുള്ള സംസാരം, ആരോടും വഴക്കുകളില്ല. എന്നാൽ ഇത്രയും സൗമ്യ സ്വഭാവമുള്ള പെൺകുട്ടിക്ക് വരനായി ലഭിച്ചത് 48 വയസ്സ് അന്ന് പ്രായമുണ്ടായിരുന്ന പട്രീഷ്യസ് എന്ന് പറയുന്ന വിജാതീയനും ക്ഷിപ്രകോപിയുമായ ഒരു വ്യക്തിയെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മയും സമാന സ്വഭാവമുള്ള, ഇടയ്ക്കൊക്കെ സംശയങ്ങളും അസ്വസ്ഥതകളും ഇടയ്ക്കിടയ്ക്ക് ജ്വലിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീ. എന്നാൽ മോണിക്ക ഒരിക്കലും തളർന്നില്ല. നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രാർത്ഥനയും സ്നേഹ ഉപവിപ്രവർത്തികളും കൊണ്ട് അവരുടെ മനസ്സിൽ, അവരുടെ ആ കഠിന ഹൃദയങ്ങളിൽ പോലും മോണിക്ക പുണ്യവതി ഇടം കണ്ടെത്തി. നാളുകൾ നീണ്ട പ്രാർത്ഥനകൾ പട്രീഷ്യസിന് വേണ്ടി ഈ പുണ്യ പത്നി, ഈ പുണ്യ അമ്മ നടത്തുകയുണ്ടായി. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ, ഏകദേശം 354 AD നവംബർ മാസം 13-ാം തീയതി 354 AD ആദ്യത്തെ പുത്രനെ അവർക്ക് ലഭിക്കുകയുണ്ടായി. പേര് നമുക്കറിയാം, അഗസ്റ്റിൻ എന്നായിരുന്നു ആ പുത്രൻ്റെ പേര്. ചെറുപ്പത്തിൽ തന്നെ മാമോദീസ ഈ പുത്രന് കൊടുക്കുവാൻ മോണിക്ക ആഗ്രഹിച്ചു. എന്നാൽ അക്കാലഘട്ടത്തിൽ അതുപോലൊരു പ്രവൃത്തിയൊന്നും ഉണ്ടായിരുന്നില്ല. നാളുകൾക്ക് ശേഷം ശൈശവത്തിലൊക്കെയാണ് മാമോദീസ നൽകപ്പെട്ടിരുന്നത്. അങ്ങനെ ഇരിക്കെ ഏകദേശം 7 വയസ്സായപ്പോൾ അഗസ്തീനോസ് പുണ്യവാന് മാമോദീസ നൽകുവാൻ മോണിക്ക പുണ്യവതി ആഗ്രഹിച്ച് അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം നടത്തി. ആ കാലഘട്ടത്തിൽ ഉദരരോഗവും മറ്റ് ചില രോഗങ്ങളും അഗസ്റ്റിന് പിടിപെട്ടു. ഇത് കർത്താവ് മാറ്റിത്തരികയാണെങ്കിൽ മാമോദീസ സ്വീകരിക്കാൻ അനുവാദം തരാം എന്ന് പട്രീഷ്യസ് ഈ പെൺകുട്ടിയോട് പറഞ്ഞു, തൻ്റെ ഭാര്യ മോണിക്കായോട്. മോണിക്കയ്ക്ക് സന്തോഷമായി. നിറഞ്ഞ കണ്ണുകളോടെ കുത്തിയ മുട്ടുകളുമായി അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ച്
മകൻ്റെ ദീനം മാറി. 7-ാം വയസ്സാണ്. എന്നാൽ ദീനം മാറിക്കഴിഞ്ഞപ്പോൾ അപ്പൻ കാലു മാറി. മാമോദീസ നടന്നില്ല. പിന്നീടും നാളുകളെടുത്തു അത്രേ. 3 കുട്ടികളെ അവർക്ക് ലഭിക്കുകയുണ്ടായി. 2ാമത്തെ പുത്രൻ്റെ പേര് നവീജിയൂസ്, 3ാമത്തെ ആൾ പെർപേത്തുവ. നവീജിയൂസിൻ്റെ ചരിത്രം, കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ നവീജിയൂസ് ഭവനത്തിൽ നിന്നും മറ്റൊരു ഗ്രഹത്തിലേക്ക് മാറി താമസിച്ചു. കല്യാണം കഴിഞ്ഞു. 3 പെൺകുട്ടികളുണ്ടായി. 3 സന്യാസിനികളായി. അതുപോലെ പെർപേത്തുവ ഏറ്റവും ഇളയ സഹോദരിയാണ് അഗസ്തീനോസിൻ്റെ. ഈ സഹോദരിക്ക് ഒരു ശൈശവ കാലഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ മഠത്തിൽ ചേരാനും സന്യാസിനിയാവാനും ആഗ്രഹമുണ്ടായി. ഏറെ കഴിയുന്നതിന് മുൻപ് തന്നെ മഠത്തിലേക്ക് പ്രവേശിച്ചു. ഒത്തിരി നാളൊന്നും ജീവിച്ചിരുന്നില്ല. സ്വർഗത്തിലേക്ക് പറന്നകന്നു. അപ്പോൾ ബാക്കിയായി മോണിക്കയ്ക്ക് എന്നും കണ്ണീരായി ഈ പുത്രൻ അഗസ്റ്റിൻ അവിടെ നിലകൊള്ളുമായിരുന്നു. നവീജിയൂസ് മാറി താമസിച്ചു. പെർപെത്തുവ സന്യാസിനിയായി. അപ്പോൾ അഗസ്റ്റിൻ മാത്രം കൂടെ. അനുസരണമില്ല, ആത്മീയ കാര്യങ്ങളിൽ ലവലേശം ശ്രദ്ധയില്ല. എന്നും മോണിക്കായ്ക്ക് കണ്ണുനീരിൻ്റെ ഒരു പുത്രൻ തന്നെയായിരുന്നു വിശുദ്ധ അഗസ്റ്റിൻ. 11-ാം വയസ്സിൽ അഗസ്തീനോസിനെ ബോർഡിംഗ് സ്കൂളിൽ പഠിക്കുവാനായിട്ട് അയക്കുകയാണ്. ആ കണ്ടീഷൻ, ആ ഒരു അവസ്ഥ, പ്രാർത്ഥനയില്ലാത്ത, ആത്മീയത ലവലേശം തൊട്ട് തീണ്ടാത്ത ആ അവസ്ഥ വീണ്ടും അധികരിക്കുകയാണ്. എല്ലാം മോശമാവുകയാണ്. 3 വർഷത്തെ പഠനത്തിന് ശേഷം അദ്ദേഹം തിരിച്ചു വന്നു. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ പണമില്ലാത്തതിൻ്റെ പേരിൽ ഉപരിപഠനം കുറച്ച് നാളത്തേക്ക് മുടങ്ങിക്കിടക്കുകയാണ്. ആ ഒരു ചെറിയ കാലഘട്ടത്തിൽ തന്നെ നിശാ ക്ലബ്ബുകളിലും വ്യഭിചാരശാലകളിലും നാടകശാലകളിലും അവൻ സന്ദർശനം നടത്താൻ തുടങ്ങി. ഇത് അമ്മയുടെ ഹൃദയത്തെ ഏറെ വേദനിപ്പിച്ചു. പിന്നീട് ഒരമ്മാവൻ്റെ സഹായത്തോടുകൂടെ അഗസ്റ്റിൻ കാർത്തേജിൽ ഉപരിപഠനം നടത്താൻ ആരംഭിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ അമ്മയിൽ നിന്നും കുറച്ച് മാറി താമസിക്കാൻ തുടങ്ങി. ഈ കാലഘട്ടത്തിൽ ഒരു പെൺകുട്ടിയുമായി ഇഷ്ടത്തിലാവുകയാണ്. ആ പെൺകുട്ടിയിൽ നിന്ന് തന്നെ ഒരു പുത്രനെ ലഭിക്കുന്നു. ദൈവത്തിൻ്റെ ദാനം എന്നർത്ഥമുള്ള അദയോദാത്തൂസ് എന്ന പേരുകൂടി ആ പുത്രന് നൽകുന്നു. ഇതെല്ലാം അറിഞ്ഞ് അമ്മയുടെ ഹൃദയം തേങ്ങുകയാണ്. 371 AD മോണിക്ക പുണ്യവതിയുടെ വലിയ പ്രാർത്ഥനയ്ക്കും ത്യാഗപ്രവർത്തികൾക്കും ശേഷം പെട്രീഷ്യസ് മാമോദീസ സ്വീകരിക്കുകയാണ്. വർഷങ്ങളുടെ പ്രാർത്ഥന, കാത്തിരിപ്പ്, ആ അമ്മയുടെ, ആ നല്ല ഭാര്യയുടെ കണ്ണിൽ നിന്നും ആനന്ദാശ്രുക്കൾ അന്ന് പൊഴിഞ്ഞു വീണു. അധികം നീണ്ടു നിന്നില്ല. പെട്രീഷ്യസ് ആ കൊല്ലം തന്നെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടുകയാണ്. അഗസ്റ്റിന് അപ്പോഴും 17 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. മനിക്കേയിസം എന്ന പാഷണ്ഡതയിൽ അഗസ്തീനോസ് ആ കാലഘട്ടത്തിൽ വീണു പോവുകയാണ്. പഠനം കഴിഞ്ഞെത്തിയ അഗസ്റ്റിൻ, അമ്മ എല്ലാം അറിയുന്നുണ്ട്, മനിക്കേയിസത്തിലേക്ക് അഗസ്റ്റിൻ വീണു പോയ കാര്യവും വ്യഭിചാരശാലകൾ സന്ദർശിക്കുന്ന കാര്യവും ഇതുപോലെ ഒരു പുത്രനുണ്ടായ കാര്യവും അനധികൃതമായ വ്യഭിചാരത്തിലൂടെ, തെറ്റായ ബന്ധത്തിലൂടെ ഒരു പുത്രനുണ്ടായി എന്ന കാര്യവുമെല്ലാം അമ്മ അറിഞ്ഞു. വീട്ടിലേക്ക് തിരിച്ചെത്തിയ അഗസ്റ്റിനെ അമ്മ ആ നിമിഷം തന്നെ അടിച്ചു പുറത്താക്കുകയാണ്. പക്ഷെ രാത്രിയിൽ ഈ അമ്മയ്ക്ക് ഉറങ്ങാൻ പറ്റണില്ല. രാത്രിയിൽ കിടക്കവെ ഈ അമ്മ ഒരു ശബ്ദം കേൾക്കുകയാണ്. നീ എവിടെയാണോ അവിടെ തന്നെയാണ് നിൻ്റെ മകൻ. നീ എവിടെയാണോ അവിടെ തന്നെയാണ് നിൻ്റെ മകൻ. ആ രാത്രിയിൽ തന്നെ ഈ പുത്രനെ അന്വേഷിച്ച് അമ്മ ഇറങ്ങി തിരിക്കുകയാണ്. ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ നിന്നും അമ്മ പുത്രനെ കണ്ടെത്തി തിരിച്ചു കൂട്ടിക്കൊണ്ടുവരികയാണ്. ഇനി എവിടേക്കും പോകരുത്, എന്നോടൊപ്പം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. എന്നാൽ അവിടെ തുടരാതെ ഉപരിപഠനത്തിന് വേണ്ടി കൂടുതൽ സാധ്യതകൾക്കായി റോമിലേക്ക് പോകണമെന്ന് അഗസ്റ്റിൻ ആഗ്രഹിക്കുകയാണ്. അമ്മ പറഞ്ഞു, നീ തനിച്ചു പോകണ്ട, ഞാനും കൂടെ വരാം. അവർ കപ്പലിൽ ഒരുമിച്ച് പോകാൻ വേണ്ടി തീരുമാനമെടുത്തു. എന്നാൽ അവിടെ എത്തി അമ്മ വിശുദ്ധ സിപ്രിയാൻ്റെ ദേവാലയത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നിന്നും അദ്ദേഹം ഒളിച്ചോടി പോവുകയാണ്. അഗസ്റ്റിൻ അവിടെ നിന്നും ഒളിച്ചോടി മിലാനിലെത്തി വലിയ വാദപ്രതിവാദങ്ങളിലും കോടതികളിലുമെല്ലാം അദ്ദേഹത്തിൻ്റെ മുദ്ര പതിപ്പിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ അമ്മ ഒറ്റയ്ക്കായിപ്പോയി. എന്നാൽ മടുപ്പ് കൂടാതെ എന്നും നിരന്തരം പുത്രന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഒരു പ്രവചനം എന്നതുപോലെ ആ കാലഘട്ടത്തിൽ ഒരു പുരോഹിതൻ ഈ അമ്മയോട് പറഞ്ഞു, അമ്മയുടെ ഈ കണ്ണുനീരിൻ്റെ പുത്രൻ നശിച്ചു പോകുക സാധ്യമല്ല. അമ്മയുടെ ഈ കണ്ണുനീരിൻ്റെ പുത്രൻ നശിച്ചു പോവുക ഒരിക്കലും സാധ്യമല്ല. പിന്നെ അമ്മ ഈ പുത്രനെ തേടി മിലാനിലേക്ക് ചെല്ലുകയാണ്. മിലാനിലേക്ക് പോകാൻ അമ്മയുടെ കയ്യിൽ പണമില്ല. വീട്ടിലുണ്ടായിരുന്ന ചിത്രങ്ങളും
വെള്ളിത്തിരിക്കാലുകളും തിരുശേഷിപ്പ് പേടകവും എല്ലാം വിറ്റ് ലഭിച്ച തുച്ഛമായ പണവുമായിട്ടാണ് അമ്മ മിലാനിൽ പുത്രൻ്റെ അടുത്തേക്ക് എത്തിച്ചേരുന്നത്. അവിടെ വെച്ച് കൂടെ താമസിച്ചിരുന്ന കാമുകിയെ പറഞ്ഞ് മാനസാന്തരപ്പെടുത്തി സത്യമെല്ലാം ബോധ്യപ്പെടുത്തി തിരികെ നാട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ്. പിന്നീട് അഗസ്റ്റിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളും അമ്മയോടൊപ്പമുള്ള അഗസ്റ്റിൻ്റെ ജീവിതവുമെല്ലാം പതിയെ പതിയെ അഗസ്റ്റിനിൽ മാറ്റമുണ്ടാക്കി തുടങ്ങുകയാണ്. മനിക്കേയിസത്തിൽ നിന്നും പതിയെ അഗസ്റ്റിൻ പുറത്തു വരാൻ തുടങ്ങുകയാണ്. ആ കാലഘട്ടത്തിലാണ് അംബ്രോസ് എന്ന് പറയുന്ന അവിടുത്തെ മെത്രാനുമായി ഈ സ്ത്രീ മോനിക്ക പുണ്യവതി പരിചയത്തിലാവുന്നത്. പുത്രനെക്കുറിച്ച് പറഞ്ഞു. ഇങ്ങനെയാണ് പറയപ്പെടുക, ആ കാലഘട്ടത്തിൽ മിലാനിൽ ഈ അമ്മയുടെ കണ്ണുനീര് വീഴാത്ത ഒരു ദേവാലയം പോലും ഉണ്ടായിരുന്നിട്ടില്ല അത്രേ. പുത്രന് വേണ്ടി ഒഴുക്കിയ കണ്ണുനീരിന് അളവില്ല. ഒടുവിൽ ഒരു പ്രത്യേക അവസരത്തിൽ അംബ്രോസിൻ്റെ പ്രസംഗം അഗസ്റ്റിനെ ആകർഷിക്കാൻ തുടങ്ങി. പതിയെ പതിയെ ഇവർ തമ്മിൽ സൗഹൃദത്തിലായി. മണിക്കേസത്തിൽ നിന്നും ഞാൻ പിൻവാങ്ങുന്നു, അതിൽ നിന്നും ഞാൻ പുറത്തു വരുന്നു എന്ന് അഗസ്റ്റിൻ പ്രഖ്യാപിക്കുകയുണ്ടായി. ഒത്തിരി പ്രതീക്ഷയോടെ സ്നേഹത്തോടെ തമ്പുരാന് മോണിക്ക പുണ്യവതി നന്ദി പറഞ്ഞു. എങ്കിലും മാനസാന്തരം പൂർണ്ണമായിരുന്നില്ല. എന്തൊക്കെയോ ഇനിയും ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു രാത്രിയിൽ എന്തോ ചിന്തിച്ചു കൊണ്ടിരിക്കെ അഗസ്റ്റിൻ ഒരു സ്വരം കേൾക്കുകയാണ്. എടുത്തു വായിക്കുക, എടുത്തു വായിക്കുക, എടുത്തു വായിക്കുക. എന്തെടുത്ത് വായിക്കാൻ? അഗസ്റ്റിൻ പതിയെ മുറിയിലേക്ക് കടന്നു ചെന്നു. നോക്കിയപ്പോൾ അവിടെ ഒരു ബൈബിള് മാത്രമേ കാണുന്നുള്ളൂ. വായിക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെ ആണെങ്കിലും അഗസ്റ്റിൻ ആ വിശുദ്ധ ഗ്രന്ഥം എടുത്ത് തുറന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു റോമാലേഖനം 13-ാം അധ്യായം. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവർത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുവിൻ. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുവിൻ. ഒടുവിൽ ഈ വാക്ക്, ഈ വാചകം, ഈ വിശുദ്ധ ഗ്രന്ഥഭാഗം അഗസ്റ്റിനെ മാനസാന്തരത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. അപ്പോൾ അംബ്രോസിൻ്റെ ദർശനവും അംബ്രോസിൻ്റെ കൈത്താങ്ങും അമ്മയുടെ പ്രാർത്ഥനയും ഈ വിശുദ്ധ ഗ്രന്ഥഭാഗവും അഗസ്റ്റിനെ പതിയെ മാനസാന്തരത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. വിശുദ്ധ അഗസ്റ്റിൻ തൻ്റെ ആത്മകഥയിൽ അമ്മയെക്കുറിച്ച് പറഞ്ഞിരിക്കുക ഇപ്രകാരമാണ്: അമ്മ അംബ്രോസ് മെത്രാൻ്റെ മുൻപിൽ സ്ത്രീ രൂപം പൂണ്ട ഒരു അത്ഭുതമായി. കർത്താവേ, ഞാൻ ഇന്ന് അങ്ങയുടെ ദാസനാണെങ്കിൽ അത് അങ്ങയുടെ ദാസിയുടെ മകനായതുകൊണ്ടാണ്. ദൈവത്തിന് എൻ്റെ അമ്മയുടെ അപേക്ഷ ചെവിക്കൊള്ളാതിരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. ദൈവത്തിന് എൻ്റെ അമ്മയുടെ അപേക്ഷ ചെവിക്കൊള്ളാതിരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. കാരണം അത്ര വലിയ പ്രാർത്ഥനയാണ് എൻ്റെ അമ്മ എനിക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ മോനിക്ക പുണ്യവതിയുടെ കണ്ണുനീരിന്, വർഷങ്ങൾ നീണ്ടുള്ള കാത്തിരിപ്പിന്, പ്രാർത്ഥനയ്ക്ക്, ഓട്ടത്തിനെല്ലാം കർത്താവ് മറുപടി നൽകുകയാണ്. ഒടുവിൽ അഗസ്റ്റിൻ മാനസാന്തരത്തിലേക്ക് പോവുകയാണ്. അതാണ് വചനത്തിൽ പറഞ്ഞു വയ്ക്കുന്നത്. 2 സാമുവേൽ 22:30 വചനം പറഞ്ഞു വയ്ക്കുന്നു: എൻ്റെ കർത്താവിൻ്റെ സഹായത്താൽ സൈന്യനിരയെ ഞാൻ ഭേദിക്കും, കോട്ട ഞാൻ ചാടിക്കടക്കും. സൈന്യനിരയെ ഭേദിച്ച് കോട്ടയെ ചാടിക്കടന്ന് തൻ്റെ പുത്രൻ മാനസാന്തരത്തിലേക്ക് കടന്നു വരത്തക്ക വിധത്തിലേക്ക് മോണിക്ക പുണ്യവതി ചെന്നെത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, പിന്നീട് 387 ഏപ്രിൽ മാസം 24-ാം തീയതി ഈ കണ്ണുനീരിൻ്റെ പുത്രൻ മാനസാന്തരപ്പെട്ട് മാമോദീസ സ്വീകരിക്കുകയാണ്. ജന്മനാട്ടിലേക്ക് അവർ തിരികെ വരുന്നു. 56-ാം വയസ്സിൽ മോണിക്ക പുണ്യവതി മരണത്തിലേക്ക് നടന്നു നീങ്ങുമ്പോൾ ഈ അമ്മയുടെ അവസാനത്തെ മൊഴി ഇപ്രകാരമായിരുന്നു: മോനെ, എന്നെ എവിടെ അടക്കിയാലും കുഴപ്പമില്ല, ഞാൻ ദൈവത്തോട് അടുത്തായിരുന്നാൽ മതി. നീ എന്നും അൾത്താരയിലായിരിക്കുമ്പോൾ എന്നെ ഓർക്കണമേ. നീ എപ്പോഴും അൾത്താരയിലായിരിക്കുമ്പോൾ എന്നെ ഓർക്കണമേ. ഇതിനിടയിൽ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. മാനസാന്തരപ്പെട്ട അഗസ്റ്റിൻ അംബ്രോസ് മെത്രാൻ്റെ സഹായത്താൽ പിന്നീട് സർവ്വതും ഉപേക്ഷിച്ച്
ഡീക്കനായി, പുരോഹിതനായി, ഹിപ്പോയിലെ മെത്രാനാവുകയാണ്. പുരോഹിതനായിരുന്ന സമയത്താണ് അമ്മയുടെ മരണം. അതുകൊണ്ടാണ് മരണക്കിടക്കയിൽ ഇരുന്നു കൊണ്ട് അമ്മ ഇപ്രകാരം പറഞ്ഞത്: എന്നെ എവിടെ അടക്കിയാലും കുഴപ്പമില്ല, ഞാൻ ദൈവത്തോട് അടുത്തായിരുന്നാൽ മതി. നീ എന്നും അൾത്താരയിലായിരിക്കുമ്പോൾ എന്നെ ഓർക്കണമേ. ആ അനുഗ്രഹീത മൊഴിയോടുകൂടെ, പ്രാർത്ഥനയോടുകൂടെ ഈ പുണ്യമാതാവ് സ്വർഗത്തിലേക്ക് പറന്നു കയറുകയാണ്. ഇതായിരുന്നു വിശുദ്ധ മോണിക്ക പുണ്യവതി. ഇതുപോലെ ആകണം ഒരമ്മ. പുത്രരെ, മക്കളെ കർത്താവിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്ന വിധത്തിൽ ജീവിക്കാൻ കഴിയണം. പിന്നീട് 1430 ആണ്ടിൽ മാർട്ടിൻ 5 മാർപ്പാപ്പ ഈ അമ്മയുടെ ഭൗതിക ശരീരമെല്ലാം റോമിലെത്തിക്കുകയാണ്. വിശുദ്ധ അഗസ്റ്റിൻ്റെ ദേവാലയത്തിൽ ഇന്നതെല്ലാം റോമിൽ സൂക്ഷിക്കപ്പെടുന്നുണ്ട്. 1850 വഴിതെറ്റിപ്പോയ മക്കൾക്കും ഭർത്താക്കന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സംഘടന രൂപീകരിക്കപ്പെടുകയുണ്ടായി. ആ സംഘടനയുടെ മധ്യസ്ഥയായി വിശുദ്ധ മോണിക്ക പുണ്യവതി തിരഞ്ഞെടുക്കപ്പെടുകയും ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, ഇന്ന് വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെ തിരുനാൾ ആചരിക്കുമ്പോൾ ഈ വിശുദ്ധ നമുക്ക് മുൻപിൽ വരച്ചു കാട്ടുന്ന ഒരു വലിയ സത്യമുണ്ട്. എങ്ങനെയായിരിക്കണം ഒരു നല്ല അമ്മ, എങ്ങനെയായിരിക്കണം ഒരു ക്രൈസ്തവ മാതാവ് എന്നുള്ളത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 46 മുതലുള്ള തിരുവചനങ്ങൾ. ഈശോയുടെ അമ്മയും സഹോദരനും വചന പ്രസംഗ മധ്യേ ഈശോയുടെ അടുത്തേക്ക് കടന്നു ചെല്ലുകയാണ്. അപ്പോൾ ഈശോ 48-ാം വാക്യത്തിൽ പറയുന്നുണ്ട്: യേശു അവനോട് പറഞ്ഞു, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരർ? തൻ്റെ ശിഷ്യരുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇതാ എൻ്റെ അമ്മയും സഹോദരരും. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. വീണ്ടും മാർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 33 മുതലുള്ള തിരുവചനങ്ങൾ. അവൻ ചോദിച്ചു, ആരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും? ചുറ്റുമിരിക്കുന്നവരെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇതാ എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും. ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. വീണ്ടും ലൂക്കാസ് സുവിശേഷം 8-ാം അധ്യായം 21-ാം തിരുവചനമുണ്ട്. നിന്റെ അമ്മയും സഹോദരരും നിന്നെ കാണാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നെന്ന് അവർ അവനെ അറിയിച്ചു. അവൻ പറഞ്ഞു, ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരരും. അപ്പോൾ ദൈവവചനം കേട്ട് അതനുസരിക്കുന്നവരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരരും എന്ന് വചനം പറഞ്ഞു വയ്ക്കുന്നു. വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കായിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 11-ാം തിരുവചനമുണ്ട്. നമുക്ക് ആ വചനഭാഗം ഒന്ന് വായിച്ച് കേൾക്കാം. എപ്രകാരമായിരിക്കണം ഒരു ക്രിസ്തീയ അമ്മ അല്ലെങ്കിൽ പിതാവ് എന്ന് പൗലോസ്ലീഹ തൻ്റെ ജീവിത മാതൃകയിലൂടെ ഇവിടെ പറഞ്ഞു തരികയാണ്. പിതാവ് മക്കളെ എന്ന പോലെ ഞാൻ നിങ്ങളെ ഉപദേശിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അനുശാസിക്കുകയും ചെയ്തുവെന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അത് തൻ്റെ രാജ്യത്തിലേക്കും മഹത്വത്തിലേക്കും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായ വിധം നിങ്ങൾ ജീവിക്കാൻ വേണ്ടിയാണ്. എങ്ങനെയാണ്? പിതാവ് മക്കളെ എന്ന പോലെ ഞാൻ നിങ്ങളെ ഉപദേശിച്ചു, പ്രോത്സാഹിപ്പിച്ചു, അനുശാസിച്ചു. 3 കാര്യങ്ങളാണ്: ഉപദേശിച്ചു, പ്രോത്സാഹിപ്പിച്ചു, അനുശാസിച്ചു. എന്തിനാണ്? അത് തൻ്റെ രാജ്യത്തിലേക്കും മഹത്വത്തിലേക്കും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമാം വിധം നിങ്ങൾ ജീവിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഒരമ്മ അല്ലെങ്കിൽ ഒരു ക്രൈസ്തവ പിതാവിന് വേണ്ട 3 ഗുണങ്ങൾ ഇവിടെ പൗലോസ്ലീഹ പറഞ്ഞു തരികയാണ്. ഉപദേശിക്കണം, പ്രോത്സാഹിപ്പിക്കണം, അനുശാസിക്കണം. ഈ 3 പ്രത്യേകതകൾ എങ്ങനെയാണ് ഒരു പുത്രൻ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് എന്ന് സങ്കീർത്തനം 127:3 പറഞ്ഞു വയ്ക്കുന്നു. കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. മത്തായി സുവിശേഷം 19:14 വചനം. ശിശുക്കളെ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്, സ്വർഗരാജ്യം അവരെ പോലെ ഉള്ളവരുടേതാണ് വചനം പറഞ്ഞു വയ്ക്കുന്നു. പ്രിയപ്പെട്ടവരെ, കുഞ്ഞിനെ ലഭിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ദൗത്യം അതിന് മുലയൂട്ടുക എന്നുള്ളതിൻ്റെ ഒപ്പം തന്നെ കർത്താവിനെ കൊടുക്കുക എന്നുള്ളതാണ്. ഉദരത്തിലായിരിക്കുന്ന ശിശുവിന് വേണ്ടി ചെറുപ്പം മുതൽ മോണിക്ക പുണ്യവതി രാവും പകലുമില്ലാതെ പ്രാർത്ഥിക്കുമായിരുന്നു. ഏത് വ്യവസ്ഥയിലും ഏത് പരിസ്ഥിതിയിലുമാണ് കുഞ്ഞ് വളർന്നു വരുന്നതെങ്കിലും ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ
അമ്മ നൽകിയ ആ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ടായിരുന്നു. ഹൃദയത്തിൽ എപ്പോഴും ദൈവസ്നേഹം. എത്രമാത്രം അന്ധകാരത്തിലേക്ക് വീണു പോയിട്ടും അഗസ്റ്റിന് തിരിച്ചു വരാൻ പറ്റിയത് ഈ അമ്മ നൽകിയ ആ മാതൃകയായിരുന്നു. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 6 മുതലുള്ള തിരുവചനങ്ങൾ. ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. അവ കയ്യിലൊരടയാളമായും നെറ്റിത്തടത്തിൽ പട്ടമായും അണിയണം. കർത്താവ് പറഞ്ഞ കാര്യങ്ങളെല്ലാം മക്കളെ പഠിപ്പിക്കണമെന്ന് നിയമാവർത്തന പുസ്തകത്തിൽ കൃത്യമായി കർത്താവ് പറഞ്ഞ് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ തരുന്ന ബോധ്യം ഇതാണ്: മോണിക്ക പുണ്യവതിയെ പോലെ മക്കൾക്ക് വേണ്ടി ജീവിക്കുക തമ്പുരാൻ തന്ന സമ്മാനമാണ്. നമ്മൾ നേരത്തെ വചനത്തിൽ കേട്ടു, സങ്കീർത്തനം 127:3, ഉദരഫലം കർത്താവിൻ്റെ സമ്മാനമാണ്. അപ്പോൾ ശിശുക്കൾ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുന്ന അവരെ തടയരുത്. മത്തായി സുവിശേഷം 19:14. ആദ്യത്തെ കാര്യം ശിശു ഉണ്ടാകണം. പലതരത്തിലും ഇന്ന് കുഞ്ഞുങ്ങൾ വേണ്ട എന്ന തീരുമാനത്തിലേക്ക് പോകുന്നുണ്ട്. അവിടെയാണ് ഇതുപോലുള്ള പുണ്യപ്പെട്ട മാതാക്കൾ, പിതാക്കൾ നമുക്ക് മാതൃക തരുന്നത്. മക്കളെ നൽകുക, കർത്താവിന് തിരികെ കൊടുക്കണമെന്നേ. തമ്പുരാൻ തരുന്ന ഈ ജീവിതത്തിന് പ്രതിഫലമായിട്ട് ഒരുപാട് മക്കളുണ്ടാവട്ടെ. എന്നിട്ട് അവരെ കർത്താവിന് ചേർന്ന വിധത്തിൽ വളർത്തിക്കൊണ്ട് വരിക. ഗീവ് ആൻഡ് ടേക്ക്. തമ്പുരാൻ തരുന്ന മക്കളെ അതുപോലെ കർത്താവിന് സമർപ്പിക്കുക. ഒരുപാട് പേർക്ക് ദൈവവിളികൾ ഇന്നും കർത്താവ് തരുന്നുണ്ട്. പിടിച്ചു വെക്കരുതേ, കൊടുക്ക്, കർത്താവ് വീണ്ടും തരും. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വലിയ വിശുദ്ധയുടെ തിരുനാൾ ആചരിക്കുമ്പോൾ ഈ വിശുദ്ധ കാട്ടിത്തരുന്ന ആ മാതൃക നമുക്കും സ്വീകരിക്കാം. നേരത്തെ നമ്മൾ കേട്ട വചനഭാഗം, ഒരു നല്ല അമ്മ എങ്ങനെയാകണമെന്ന് ഈശോ 3 സമാന്തര സുവിശേഷങ്ങളിൽ 3 നിന്നും അച്ഛനെടുത്ത് വായിച്ചു. ചുറ്റുമിരിക്കുന്നവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ദൈവവചനം കേട്ട് അതനുസരിക്കുന്നവരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരരും. എന്താണ് ആ വചനമെന്ന് നമ്മളിപ്പോൾ വായിച്ചു കേട്ടു. മത്തായി സുവിശേഷം, സങ്കീർത്തനങ്ങൾ, നിയമാവർത്തനം, ഇതെല്ലാം നമ്മൾ കേട്ടു. അപ്പോൾ കർത്താവിന് ചേർന്ന വിധത്തിൽ നമുക്ക് നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു കുഞ്ഞു പോലും കർത്താവിൽ നിന്നും അകന്നു പോകാതിരിക്കട്ടെ. എപ്പോഴും അവിടുത്തെ സംരക്ഷണ വലയത്തിലായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയം എല്ലാ അമ്മമാരും ഒന്ന് കണ്ണുകളടച്ചേ. വിശുദ്ധ മോണിക്ക പുണ്യവതിയെ നമുക്ക് നമ്മുടെ സമീപത്തേക്ക് കൊണ്ടുവരാം. പ്രാർത്ഥിക്കാം ഈ പുണ്യ അമ്മയോട്. മോണിക്ക പുണ്യവതി, ഇന്നത്തെ ദിവസം എൻ്റെ മക്കളെ ഞാൻ സമർപ്പിക്കുന്നു. പ്രത്യേകമായിട്ട് ഈശോയിൽ നിന്നും അകന്നു പോയ മക്കളെ നമുക്ക് സമർപ്പിക്കാം. ഈശോ മറ്റൊരമ്മയെ കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. സ്വർഗീയ അമ്മ, പരിശുദ്ധ അമ്മയെ വിളിക്കാം. മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ മണിക്കൂറിൽ, ഈ വചനം കേട്ട സമയത്ത് നമ്മളിവിടെ ഇരുന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിക്കും. നമ്മുടെ എല്ലാ മക്കളുടെയും തിരിച്ചുവരവിനായി. കർത്താവിൽ നിന്നും അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീക്ഷ്ണതയോടെ ആരെങ്കിലും അകന്നു പോയിട്ടുണ്ടെങ്കിൽ മടങ്ങി വരട്ടെ. ഏതെങ്കിലുമൊക്കെ ദുശീലത്തിൽ കഴിയുന്ന മക്കളുണ്ടെങ്കിൽ അവരെ സമർപ്പിക്കാം. വിവാഹ തടസ്സം നേരിടുന്നവർ, ജോലി തടസ്സം നേരിടുന്നവർ, ആത്മീയ ഭൗതിക അന്ധകാരത്തിൽ കഴിയുന്നവരെല്ലാവരെ സമർപ്പിക്കാം. കുമ്പസാരിച്ച് നാളുകളായിട്ടുള്ളവരുണ്ട്, അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് ഈ മക്കളെല്ലാം അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ മോണിക്ക പുണ്യവതി അമ്മ ഭർത്താവിനെ മാനസാന്തരപ്പെടുത്തിയതുപോലെ ഞങ്ങളുടെ ഭർത്താക്കന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഭാര്യമാരെല്ലാം ഭർത്താക്കന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഈ മോണിക്ക പുണ്യവതിയുടെ മാധ്യസ്ഥ്യവും പ്രാർത്ഥനാശക്തിയും എല്ലാം ചേർന്ന് വരട്ടെ. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ മോണിക്ക പുണ്യവതി ഞങ്ങളുടെ ഭർത്താക്കന്മാരെ, ഞങ്ങളുടെ മക്കളെ, ചുറ്റുമുള്ളവരെ, കുടുംബത്തെ അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.